2009, 2014, 2019 ഈ ടൈമുകളിൽ ശശി തരൂർ തന്നെയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ MP. ആരുടെ കയ്യിൽ നിന്നാണ് ശശി തരൂർ തൻ്റെ MP സ്ഥാനം പിടിച്ചു വാങ്ങിയത്? പന്ന്യൻ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്നും. ഇത്തവണ ആ MP സ്ഥാനം തിരികെ എടുക്കാൻ ഇടതുമുന്നണിയും CPIയും ഒരുപോലെ കണ്ടെത്തിയിരിക്കുന്നതും പന്ന്യനെ തന്നെയാണ്. അതുപോലെ തൃശ്ശൂർ എന്നാൽ VS സുനിൽകുമാർ തന്നെയാണ്. അവിടെ TN പ്രതാപനായാലും ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാലും നേരിടാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് തൃശ്ശൂരിൻ്റെ സ്വന്തം VS സുനിൽകുമാർ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ ആനി രാജയായിരിക്കും മത്സരിച്ചേക്കുക. കോൺഗ്രസിന് വയനാട്ടിൽ ഇടതുമുന്നണി നൽകിയ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി തന്നെയാണ് ദേശീയ നേതാവ് കൂടിയായ ആനി രാജ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിൽ LDFൽ CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിരിക്കുന്നു. അന്തിമ തീരുമാനം മാത്രം ഇനി ഉണ്ടായാൽ മതി. ഇത്തവണ മത്സരിക്കാൻ പന്ന്യൻ രവീന്ദ്രൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. CPIയുടെ അഭിമാന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. CPMനാകട്ടെ തിരുവനന്തപുരം ജില്ലയിൽ 2 ദൗത്യങ്ങളാണ് ഒരുപോലെ. പന്ന്യനെയും ആറ്റിങ്ങലിൽ VS ജോയിയെയും വിജയിപ്പിച്ചെടുക്കണം. തിരുവനന്തപുരത്ത് CPI അവസാനമായി വിജയിച്ചത് പന്ന്യനിലൂടെ തന്നെയായിരുന്നു. 2005 PK വാസുദേവൻ നായർ അന്തരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു പന്ന്യൻ ജയിച്ചു കയറിയത്. K കരുണാകരൻ്റെ DACയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും പന്ന്യൻ രവീന്ദ്രൻ അവിടെ വിജയിച്ചു. 2009 രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പന്ന്യനെ മത്സരിപ്പിക്കാൻ പാർട്ടി നീക്കം നടത്തിയെങ്കിലും പന്ന്യൻ തയ്യാറായില്ല. തുടർന്ന് P രാമചന്ദ്രൻ നായരെ CPI അവിടെ മത്സരിപ്പിച്ചു. അന്ന് കന്നിയംഗത്തിനിറങ്ങിയ ശശി തരൂരിനോട് കനത്ത തോൽവിയാണ് രാമചന്ദ്രൻ നായർ നേരിട്ടത്. ഇത്തവണ പന്ന്യനെ തന്നെ ഇറക്കി ആ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാനാണ് CPIയുടെ നീക്കം. മാവേലിക്കരയിൽ LDF മുന്നിൽ നിർത്തുന്ന സ്ഥാനാർത്ഥി AYF നേതാവ് CA അരുൺകുമാറാണ്. യുവാവാണ്. കൊടുക്കുന്നിൽ സുരേഷ് ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇത്തവണ മാവേലിക്കരയിലെ യുവജനതയുടെ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ് അരുൺകുമാറിനെ CPI മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ കോൺഗ്രസിന് വേണ്ടി ഇത്തവണ സിറ്റിംഗ് MP TN പ്രതാപൻ തന്നെയാണ് ഇറങ്ങുന്നത്. പിന്നെ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയോ അതോ നടൻ ദേവരോ മത്സരിക്കുകയെന്ന് ഡൽഹിയിൽ നിന്നും പട്ടിക വന്ന ശേഷം മാത്രമാകും കേരളം അറിയുക. സുരേഷ് ഗോപിയാണെങ്കിലും അവിടെ TN പ്രതാപൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും ഇത്തവണ. അതൊക്കെ ഇടതിന് അനുകൂലമാക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് LDF. ഈ സാഹചര്യത്തിലാണ് ഒരു കരുത്തിനെ തന്നെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം CPIയിൽ ശക്തമായതും VS സുനിൽകുമാറിന് തന്നെ നറുക്കു വീണതും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. രാഹുൽ തനിക്ക് അല്പം കൂടി സുരക്ഷിതമായ ഉത്തരേന്ത്യ തേടി പോകുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എങ്കിലും വയനാട് മണ്ഡലത്തിൽ രാഹുൽ മത്സരിച്ചാൽ തക്ക എതിരാളി എന്ന കണക്കൂട്ടലാണ് ആനി രാജയെ അവിടെ മത്സരത്തിന് നിയോഗിക്കുക. CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ എക്സിക്യൂട്ടീവിന് അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപിക്കുക. CPI തങ്ങളുടെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടലൊക്കെ തെറ്റിയിരിക്കുന്നു. ഏറെ സേഫ് എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്ന തിരുവനന്തപുരം 4ാമതൊരു വട്ടം അത്ര സേഫ് അല്ല എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. കരുത്തരായ 4 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ CPI രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അനൗദ്യോഗികമായി ഈ പട്ടിക പുറത്തു വന്നതെങ്കിലും ദേശീയ കൗൺസിലിൻ്റെ അംഗീകാരം അതിന് വേണം. അതിനായി നേതാക്കൾ കാത്തു നിൽക്കുകയാണ്. തൃശ്ശൂരിലും മാവേലിക്കരയിലും വയനാട്ടിലും തിരുവനന്തപുരത്തുമൊക്കെ ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാകും CPIയുടെ ഇക്കുറിയുള്ള ശ്രമം.